നമസ്കാരം. കരിങ്കുന്ന് സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. അപ്പോൾ ഞാനിതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സോളാർ പാനലും ബാറ്ററിയും ഒക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ, അതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ മേടിക്കുമ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും വരാൻ സാധ്യതയുണ്ട്. ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പം ശ്രദ്ധിച്ചേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പം എനിക്ക് വന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് പൊങ്കാലയിടുക ചെയ്തത്. അപ്പം ഈ ഓൺലൈൻ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ് ചേട്ടൻ അത് അറിയത്തില്ല എന്നിട്ടാണ് കുറച്ചുകൂടി ചേട്ടന് അഡ്വാൻസ്ഡ് ആകണം എന്നൊക്കെ പറഞ്ഞാണ് ചെറുപ്പക്കാർ പിള്ളേർ എനിക്ക് വന്ന് പൊങ്കാലയിട്ടത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. അതായത് ഇത് കണ്ടോ, 2 പെർഫ്യൂമുകളാണിത്. യാർലി എന്ന് പറഞ്ഞ കമ്പനി. ഇത് ഞാൻ നേരത്തെ മുതലേ മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്നും, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഷോപ്പിൽ നിന്നും വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ്. ഇത് 150 ml ആണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ വില വന്നിരിക്കുന്നത് 230 രൂപയാണ്. ഇതിൽ MRP കിടക്കുന്നത് 230 MRP കിടക്കുന്ന ഈ സാധനം എനിക്കിപ്പോൾ കിട്ടിയത് 200 രൂപയ്ക്കാണ്. ഇത് ചിലപ്പോൾ 170 രൂപ വരെയും താഴ്ന്നു വരാറുണ്ട്, ചിലപ്പോൾ 220 രൂപ വരെയും കയറിയും പോകാറുണ്ട് ഓരോ സമയത്തും. പക്ഷേ ഇതുണ്ട് വേറെണ്ണം. ഇത് കണ്ടോ, ഇത് യാതൊരുവിധ വ്യത്യാസമില്ല ഇവർ തമ്മിൽ. കണ്ടോ, ഇതിൻ്റെ ഈ ഡിസൈനൊക്കെ എല്ലാം, ആ പൂക്കളുടെ ഡിസൈനെല്ലാം, ഇതിൻ്റെ പേര്, ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന ഇതിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചു. എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ഈ പ്രൈസിന് മേടിച്ച് 200 മേടിച്ച് കഴിഞ്ഞപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ഇത് ഫ്ലിപ്കാർട്ടിനകത്ത് ഇഷ്ടം പോലെ സാധനം നമുക്ക് 100 രൂപയ്ക്ക് കിട്ടാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വില കൊടുത്ത് ഈ സെയിം പ്രോഡക്റ്റ് മേടിച്ചതെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ഫ്ലിപ്കാർട്ടിൽ ഞാൻ എടുത്ത് നോക്കി. അവർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ എടുത്താവട്ടെ. ഇതുകൊണ്ട് അതിൻ്റെ കവർ ഇതുണ്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വരുത്തിച്ചാണ്, ഒറിജിനൽ ജെന്യുവനായിട്ട് ഉള്ള കവർ തന്നെയാണിത്. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിനകത്ത് നോക്കിയപ്പോൾ 100 രൂപയേ ഉള്ളൂ. അതായത് ഇത് 200 ml ആണ്. അതായത് ഇത് 150 ml ഞാൻ 200 രൂപ കൊടുത്ത് മേടിച്ചപ്പം സെയിം ക്വാളിറ്റി, സെയിം കമ്പനി, എല്ലാം സെയിം ആയിട്ടുള്ള സാധനം ഫ്ലിപ്കാർട്ടിനകത്ത് വെറും 100 രൂപയ്ക്ക് കിടക്കുവാണ്. ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 3 എണ്ണം, ഏതായാലും നമുക്കൊന്ന് അറിയണമല്ലോ, ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ചു. 3 എണ്ണം എനിക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഈ അടപ്പ് പോലും, ഇതിൻ്റെ മുകളിലത്തെ കണ്ടോ, ഈ അടപ്പുകളുടെ കളറ്, ഈ അടപ്പ്, അതിൻ്റെ ഡൈ, ഇതിൻ്റെ അടിയിലുള്ളതുണ്ടോ, അടിയിലത്തെ അളവൊക്കെ ഉണ്ടോ, എല്ലാം നല്ല കറക്റ്റാണ്. കണ്ടോ, യാതൊരുവിധ വ്യത്യാസവും ഇവന്മാർ തമ്മിൽ നോക്കിയാൽ അളവിലൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ 200 ml എന്ന് എഴുതിയിരിക്കുന്നു, ഇത് 150 ml എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ തൂക്കി നോക്കി, 200 ml ഇത് വെയിറ്റ് കൂടുതൽ തന്നെയുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ബോഡി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒറിജിനൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട്, ഇപ്പം ഞാനത് ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ ഈ പറയുന്നില്ല, ചുമ്മാതെ ഞാൻ ഒരിക്കലും ഒരു കാര്യം പറയത്തില്ല. നമ്മൾ ടവൽ പോലെ എന്തെങ്കിലും വെച്ചിട്ട്, ഒരു 2 ടവൽ വെച്ചിട്ട് ഇതോരെണ്ണം നമ്മൾ സ്പ്രേ ചെയ്ത് വെക്കുക, 2 എണ്ണത്തിലും സ്പ്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 24 മണിക്കൂർ സമയം കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചേക്കുന്നതിന് യാതൊരുവിധ മണമല്ല, കോട്ടൺ തുണിയുടെ മണം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഒറിജിനൽ അടിച്ചതിന് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് ആ പെർഫ്യൂമിൻ്റെ മണം അതിനകത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പ്രോഡക്റ്റുകൾ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നുള്ളതിനെ പറ്റി ഒരു ടെസ്റ്റിങ് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ റൈറ്റ് വശത്ത് പിടിച്ചിരിക്കുന്ന ഇതാണ് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇതിനകത്ത് ഈ പ്രിൻറ്റ് നോക്കുന്ന ഒരു ചെറിയ ഒരു കളർ വ്യത്യാസം നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. പക്ഷേ അതിനകത്തൊന്നും വലിയ കാര്യമില്ല, കാരണം വെച്ചാൽ ഇതിപ്പം 200 പാക്കറ്റാണല്ലോ, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചെറിയൊരു കളർ മാറ്റം വരാം. പക്ഷേ ഇതിൻ്റെ ഇനം, അതായത് ഈ മോർണിംഗ് ഡ്യൂ എന്ന് പറയുന്നത് കണ്ടോ, മോർണിംഗ് ഡ്യൂ എന്ന് പറഞ്ഞ ഇനമാണ്. ഇത് 2 ഒരേ ടൈപ്പാണ്. കമ്പനി യാർലി, ലണ്ടൻ. ഇതെല്ലാം ഇതിൻ്റെ എംബ്ലവ് കാര്യങ്ങളെല്ലാ സംഭവം ഉണ്ടോ, ന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ സംഭവവും ഇതിൻ്റെ സൈഡിലത്തെ ഡിസൈൻ, എല്ലാ കാര്യങ്ങളും പക്കയാണ്. ബാക്കിൽ വരുമ്പോൾ നമുക്ക് ബാർകോഡ്, ഇതെല്ലാം ഒരേ ബാർകോഡ് തന്നെയാണ്. 250 വർഷത്തെ വിശ്വാസം, അതെല്ലാം അതുപോലെ തന്നെയുണ്ട്. യാതൊരു വ്യത്യാസവും ഒരിടത്തും ഇല്ല. ഇതിൻ്റെ ഇതെല്ലാം ഞാൻ മൊത്തം വായിച്ച് നോക്കട്ടെ. ഇത് മുഴുവൻ ഒരുപോലെ എഴുതിയേക്കുന്നത്, അതായത് എല്ലാ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുപോലെ കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി ഇതിൻ്റെ പ്രൈസ് പിന്നെ നമുക്കൊന്ന് കാണിക്കാം ഞാൻ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒറിജിനലിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 230 രൂപയാണ് പ്രൈസ്. ഈ 230 രൂപ, 30 രൂപ കുറച്ചിട്ട് 200 രൂപയ്ക്കാണ് ഈ ഒറിജിനൽ എനിക്ക് കിട്ടിയത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് സംഭവം. ഇതിന് ഉണ്ടോ 320 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ 320 രൂപയുടെ സംഭവമാണ് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടിയത്. അതായത് 320 രൂപയുടെ സാധനം നമുക്ക് 100 രൂപയ്ക്ക് കിട്ടി, 230 രൂപയുടെ സാധനം നമുക്ക് 200 രൂപയ്ക്ക് കിട്ടി. പിന്നെ ഇതെങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അടിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൈ കണ്ടോ, ഇതിൻ്റെ ഒറിജിനലിൻ്റെ ഡൈ കുറച്ചുകൂടെ ഫിനിഷിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടറിയത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒറിജിനലിൻ്റെ അടിഭാഗമൊക്കെ. പക്ഷേ ഇത് ഡൈ വെച്ച് അടിച്ചതിൻ്റെ പാടും കാര്യങ്ങളുണ്ട്, അത്ര ഫിനിഷിംഗ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഈ റൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഇത് തമ്മിൽ ചേർത്തൊക്കെ വെച്ചാൽ ഇതിൻ്റെ അളവ്, ഇതെല്ലാം വളരെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്കിതിനകത്തുള്ള നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇതിവിടെ ഇരിക്കട്ടെ, ഇത് ഒറിജിനലാണ് കേട്ടോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ,
ചെറിയ കളർ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് നോക്കിയോ, ഇതിൻ്റെ ഈ അടിയിൽ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അടിയിൽ ഒട്ടിച്ചേക്കുന്നത് ഇതുണ്ടോ, ഇത് നോക്കിയോ. ഇത് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊളിയും കണ്ടോ. ഇത് ബലമായിട്ട് പിടിച്ചാൽ ഇതിങ്ങനെ സ്റ്റിക്കർ പൊളിയും കണ്ടോ. ഇവനെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇത് മൊത്തം പൊളിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ വെളുത്ത് വരും. ഇതാണ് പക്ക സാധനം കണ്ടോ, ഇങ്ങനെ പോരും. ഇത് കണ്ടോ ഇങ്ങനെ വരും. പക്ഷേ ഇത് മറ്റേത് കണ്ടോ, ഒറിജിനൽ നോക്കി, ഇത് കണ്ടോ, ഇത് ഒറിജിനൽ. ഇതിൻ്റെ ഈ സാധനം എന്നെ കാണിച്ചാൽ പൊളിയത്തില്ല. ഇവിടെ ഒരു സംഭവമേ പൊളിയത്തേ ഇല്ല. ഇതുകൊണ്ട് ഇത് നമുക്ക് ഇത് വെച്ച് പൊളിച്ച് നോക്കാം. ഇതുകൊണ്ട് പിടിച്ച് ആക്സോ ബ്ലേഡിന് ചിരണ്ടിയാലും ഇതിനകത്ത് ഇത് കണ്ടോ, ഇത് പൊളിയത്തില്ല കണ്ടോ. ഇതിനകത്ത് ഇത് തെളിഞ്ഞു വരുന്നതല്ലാതെ, അതിൻ്റെ കളറ് അലുമിനിയം തെളിഞ്ഞു വരുന്നതല്ലാതെ ഈ സാധനം പൊളിയത്തില്ല. ഇത് പക്ക പ്രിൻ്റാണ് ഇതിലേക്ക്. അതാണ് ഒറിജിനലിൻ്റെ പ്രത്യേകത കണ്ടോ. കണ്ടോ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊളിഞ്ഞു പോരും. ബാക്കിയൊക്കെ നോക്കി നല്ല പക്ക സംഭവമാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു സംഭവം. പക്ഷേ ഇതും കൂടി ഇവന്മാരടിച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് ആ സ്റ്റിക്കറിൽ മാത്രമാണ് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. ബാക്കി ഏത് ഭാഗത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാണ്ട് വരില്ല. അതായത് പഴയ കാലത്തുണ്ടായിരുന്ന തട്ടിപ്പുകളും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ പുതിയ ന്യൂ ജെൻ തട്ടിപ്പുകൾ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരൊരു 80% ശരിക്കും ഒറിജിനൽ പ്രോഡക്റ്റ് പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ബാറ്ററി ആണെങ്കിലും സോളാർ പാനലാണെങ്കിലും മറ്റെന്തെങ്കിലും പ്രോഡക്റ്റുകളാണെങ്കിലും ഒക്കെ നിങ്ങൾ വിചാരിച്ചു കൊടുക്കുക, ഒറിജിനലിനോട് ഏതാണ്ട് കിട പിടിക്കുന്ന രീതിയിൽ ഒരു 80% ഒറിജിനലിൻ്റെ എല്ലാവിധ നിലവാരങ്ങളും പുലർത്തിക്കൊണ്ടായിരിക്കും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഒറിജിനലാണെന്നേ വിചാരിക്കുള്ളൂ. പലരും ഒറിജിനലാണെന്ന് കരുതി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സോളാർ പാനലൊക്കെ വെക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാനൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് പാനൽ എങ്ങനെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര തീരെ മോശം ചെറുകിട കമ്പനിയിലൊന്നും ഈ പാനലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവർ സ്വന്തം പേരിൽ പാനലുകളൊന്നും അടിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവർ പാനൽ നിർമ്മിച്ചിട്ട് മറ്റേത് പേര് വേണമെന്ന് പറഞ്ഞാൽ ആ പേരിൽ അവർ അടിച്ചു കൊടുക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇപ്പം കേരളത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ ചെറുകിട കുഞ്ഞു കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സ്വന്തമായിട്ട് പ്ലാന്റുകളോ പാനലുകളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പേരിലായിരിക്കും നമ്മുടെ വീട്ടിൽ കൊണ്ട് നമുക്ക് പാനൽ വയ്ക്കുമ്പോൾ നമ്മൾ കരുതും അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, പ്ലാന്റ് ഉണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരെല്ലാം ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളൊക്കെ എടുത്തിട്ട് അവരുടെ പേര് അതിനകത്തേക്ക് കയറ്റും, അല്ല പേരടിച്ചിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒറിജിനലായിട്ട് വരുന്ന നല്ല കമ്പനിയുടെ പാനലുകൾ ആ പേരിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒറിജിനൽ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏറ്റവും എളുപ്പമാർഗ്ഗം അല്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് മേടിക്കണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒറിജിനൽ ജെന്യുവൻ ആയിട്ടുള്ള ആ ഒരു ഡീലറാണോ അത് സെയിൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ അവരുടെ തന്നെ ഒറിജിനൽ സൈറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ യാർലിയുടെ ഈ സെൻ്റ് ആണെങ്കിൽ ഇത് വിൽക്കുന്ന അവരുടെ തന്നെ ഒറിജിനലായിട്ടുള്ള സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ കയറി നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടർമാർ, ഇപ്പോൾ ഇത് ഡൽഹിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും കേരളത്തിൽ. ആ ഡിസ്ട്രിബ്യൂട്ടർ ഒരിക്കലും അതിനകത്ത് തട്ടിപ്പോ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുക ചെന്നിട്ട് നമ്മളൊന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ആ ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടർ കീഴിൽ നിൽക്കുന്ന ഏതെങ്കിലും ഡീലർമാരിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിച്ചാലും നമുക്ക് ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും വരത്തില്ല. പക്ക അവിടുന്ന് ലോഡ് വരുന്ന സാധനമായിരിക്കും അത്. ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് വരുന്നു, നേരെ ഡീലറുടെ അടുത്ത് വരുന്നു, നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള തട്ടിപ്പോ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരത്തില്ല, പക്കയായിരിക്കും. ഇപ്പം നമ്മൾ സോളാർ പാനലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിക്കുമ്പോൾ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് പെട്ടെന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല. 10, 15, 20 വർഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അതും ഓടും. പക്ഷേ അതിനകത്ത് വരുന്ന പ്രശ്നം, നമുക്കിപ്പം 10 യൂണിറ്റ് ഒരു ദിവസം നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ ചിലപ്പോൾ ഒരു 8 യൂണിറ്റ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം മേടിച്ച് വെച്ചാൽ അതിൽ ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അതേ അതിന് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ വാങ്ങിച്ചാൽ പിറ്റേ ദിവസം തന്നെ ഈ സാധനം കംപ്ലൈൻറ്റ് ആയിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമുക്ക് അത്ര പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതേ പറഞ്ഞേ, ഒരു 80% ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഏത് സാധനങ്ങളും. ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, സെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ പെർഫ്യൂമിൻ്റെ കാര്യം, ഇതും ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതി തന്നെയാണ് അവർ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഈ ഗന്ധമാണെങ്കിലും ഇത് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഈ 2 ഒറിജിനൽ അടിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാലും രണ്ടിൻ്റെയും സ്മെല്ലൊക്കെ ഏതാണ്ട് ഒരു 99% സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് കണ്ടൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ അവരെന്നിട്ട് ചുമ്മാ വെറുതെ സ്പിരിറ്റ് കയറ്റിയേക്കും ഇതിനകത്ത് ഫുള്ള് 200 ml എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തുണ്ട്. ഇത് മുഴുവനും വെറുതെ സ്പിരിറ്റ് മാത്രം. നമ്മൾ അടിച്ചാൽ വെറും സ്പിരിറ്റ് മണം മാത്രമേ
നമുക്കുണ്ടാകത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ സ്മെല്ല് വരാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് അതിനകത്താണ് അവർ കുറവ് വരുത്തി സാധനം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നിരവധി സാധനങ്ങൾ. ഇപ്പോൾ ഞാനിത് എൻ്റെ കൈ കിട്ടിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിരവധിയുണ്ട്. അപ്പോൾ നമ്മുടെ കിട്ടുന്നതൊക്കെ ഞാൻ നിങ്ങളെ ഇനിയും ഭാവിയിലേക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളിലും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇൻവെർട്ടറും സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകൾ, ആ കമ്പോണൻസിനകത്താണെങ്കിലും വളരെയധികം ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. നമുക്കും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും എടുത്ത കമ്പോണൻസുകൾ പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഒരുപാട് നമുക്ക് സാമ്പത്തിക നഷ്ടമൊക്കെ അതിനകത്ത് സംഭവിക്കാറുണ്ട്. മോസ്ഫെറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് മോസ്ഫെറ്റ് വന്നു കഴിഞ്ഞാൽ 100 ആയിരക്കണക്കിന് മോസ്ഫെറ്റുകൾ നമുക്ക് ചിലപ്പം ഉപേക്ഷിച്ച് കളയേണ്ടി വരും. കാരണം അത് ഉപയോഗിച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലയിൻറ്റ് വരുന്ന ഉറപ്പുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കത്തില്ല, വേറെ ഒരിടത്തും കൊടുക്കത്തില്ല. അത് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് നമ്മളത് കളയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുള്ളതുകൊണ്ടാണ് ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ട് വന്നിരിക്കുകയാണ്. വളരെ പ്രശ്നകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം ആ ഒരു കാര്യത്തിൽ അവെയർ ആയിരിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഞാൻ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഞാൻ നിങ്ങൾക്ക് പലതും ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നെറ്റിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഇഷ്ടംപോലെ സാധനങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്കത് പറഞ്ഞു തന്നാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാവുന്ന കാണാവുന്ന ഒരു സാധനം എൻ്റെ കിട്ടിയപ്പം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നമുക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.